ഹലോ ഡിയേഴ്സ്. ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ ആൻഡ് ഫീലിങ്സ് ആണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നോക്കാം. നിങ്ങൾ വ്യക്തിയെ പറ്റി പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഇവിടെ ഒരുപാട് കാർഡ്സ് വീണു. ഒരു കാർഡ് എടുക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ ഒരു ഹീലിംഗ് എനർജി കാണുന്നുണ്ട്. ഈ ഒരു പേഴ്സൻ്റെ പേഴ്സണാലിറ്റി അനുസരിച്ച് ഈ വ്യക്തിയുടെ പേഴ്സണാലിറ്റി എല്ലാവർക്കും ഒരുപാട് അട്രാക്ഷൻ തോന്നുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് കാണുന്നത്. അതായത് ഈ വ്യക്തിക്ക് ഒരു ഫേമസ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി കാണുമായിരിക്കാം. ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ ഒരു സ്റ്റാർ ആയിരിക്കാം, ആക്ടർ ആയിരിക്കാം, ഒരുപാട് ഫാൻസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിരിക്കാം. ഒരുപാട് ഫാൻസ് ഉള്ളതായിട്ട് കാണുന്നു. ഈ വ്യക്തിക്ക് ഓപ്ഷൻസിനൊന്നും യാതൊരു കുറവുമില്ലാത്ത ഒരു പേഴ്സണായിട്ടാണ് കാണുന്നത്. അഥവാ ഇനി ഒരു വ്യക്തി സ്റ്റാറും ആക്ടറും ഒന്നും അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ചെയ്യുന്ന ജോലിയിൽ ഒരുപാട് ഫേമസ് ആയിട്ടാണ് കാണുന്നത് ഇവിടെ. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയിലേക്ക് എല്ലാവരും അട്രാക്ഷൻ തോന്നുന്ന തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് കാണുന്നു. ഇനി ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ എന്തൊക്കെയോ നഷ്ടങ്ങൾ വന്നതായിട്ട് കാണുന്നു. ഒന്നുകിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോയതായിരിക്കാം. ഈ വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് ആ വ്യക്തി ഇപ്പോൾ വളരെയധികം ഡിപ്രസ്ഡ് ആണെന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഇപ്പോൾ ഒരു ജോലി ഇല്ലാത്ത അവസ്ഥയായിരിക്കാം. ഒരുപാട് ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ 2 ഓഫ് പെൻറ്റക്കിൾസ് കിട്ടിയത്. ഈ വ്യക്തിക്ക് ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് ഈ ഒരു വ്യക്തിക്ക് ഒരു കൺഫ്യൂഷനാണുള്ളത്. നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലായിരിക്കാം. എന്താണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ്? ഈ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അവരുടെ ലൈഫിലേക്ക് ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരുന്നതിനെ പറ്റിയിട്ടാണ്. അവരുടെ ലൈഫിന് ഒരു റീബർത്ത് വേണം എന്നുള്ളതാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. അവരുടെ ഇരുട്ട് നിറഞ്ഞ ജീവിതത്തിന് ഒരു വെളിച്ചം വരണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. പക്ഷേ അവരുടെ ലൈഫിന് ഒരു കൺഫ്യൂഷൻസ് ആണുള്ളത്. അവർക്ക് ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയിൽ ഇരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ തമ്മിലൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊന്ന് സംസാരിച്ചിട്ട് ഒരുപാട് നാളുകളായിട്ടുണ്ടായിരിക്കാം. ആരോ ഒരാൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്നു, അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേർന്ന് ഒരു പുതിയ ലൈഫാണ് ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയം. എഗെയിൻ കൺഫർമേഷൻ. നിങ്ങളിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നത്. ആ വ്യക്തി അവരുടെ ലൈഫിനെ പറ്റിയിട്ട് വളരെ സീരിയസ് ആയിട്ട് തിങ്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഡെയിലി ലൈഫിൽ നിന്നൊക്കെ വിട്ടിട്ട് തനിക്ക് എന്താണ് ലൈഫിൽ വേണ്ടത് എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ട് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നു. ആ വ്യക്തിക്ക് ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഫാമിലി അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം. എന്തോ ഒരു കാര്യങ്ങൾ കൊണ്ട് ആ ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ജഗ്ലിംഗ് സിറ്റുവേഷനാണ് കാണുന്നത്. നോക്കാം എന്ത് സിറ്റുവേഷൻ ആണെന്ന്. ഇവിടെ ഫാമിലി തന്നെയാണ് ഈ ഒരു വ്യക്തിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് എന്ന് തന്നെ നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും.
ഈ ഒരു ഫാമിലിയാണ് ഈ ഒരു വ്യക്തിക്ക് ഒരു മുന്നോട്ട് പോകാനായിട്ട് ഈ വ്യക്തിക്ക് സാധിക്കാത്തത്. ഇവരുടെ ജീവിതത്തിൽ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കാത്തത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കിവിടെ ക്ലിയറായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു വ്യക്തി നിങ്ങളെയും പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി വെയിറ്റിംഗ് ആണ്. ഈ വ്യക്തി വളരെയധികം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ കരിയറിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ഈ ഒരു വ്യക്തി നിങ്ങളെയും തന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ തടസ്സമെന്ന് പറയുന്നത് ഫാമിലിയാണ്. അതാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ ഒരുപാട് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക്, അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിക്കോട്ടെ, സെപ്പറേഷനിലായിക്കോട്ടെ, ഈ ഒരു വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നു നിങ്ങൾ തമ്മിലൊരു സോൾ കണക്ഷനാണ്. ഇനി എവിടെ പോയാലും നിങ്ങളെ വിട്ടിട്ട് അവർക്ക് പോകാൻ സാധിക്കുകയില്ല എന്നീ ഒരു വ്യക്തി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ആഗ്രഹങ്ങളെല്ലാം ഈ ഒരു സമയം മാനിഫെസ്റ്റ് ആവുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെപ്പറ്റി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെപ്പറ്റി ഒരുപാട് പാസ്റ്റ് മെമ്മറീസ് എല്ലാം ഈ ഒരു സമയം ഓർത്തെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ തിരികെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമത്തിലാണ് ഈ ഒരു വ്യക്തി. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു വ്യക്തി മാനിഫെസ്റ്റ് ചെയ്യുന്നതും. നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സണ്. അവരുടെ ഫാമിലി ആയിരിക്കാം തടസ്സം നിങ്ങളിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഫാമിലി അഗെയിൻസ്റ്റായിട്ട് നിൽക്കുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ നിങ്ങളോടുള്ള ഫീലിങ്സ് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കാത്തത്. അവർ ഒരു ബൗണ്ടറീസിനുള്ളിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരു പക്ഷേ അവരുടെ ഫാമിലി അവരെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണമെന്ന് ഈ ഒരു വ്യക്തി ഈ ഒരു സമയം ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നു നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോകാനായിട്ടുണ്ടായ കാരണങ്ങളെല്ലാം തന്നെ ഈ ഒരു വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ വ്യക്തി ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും എന്ന് ഈ ഒരു വ്യക്തി ഈ ഒരു സമയം മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷനെല്ലാം ഒരു മാറ്റം വരണം, നിങ്ങളിലേക്കൊരു പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരണമെന്ന് ഈ ഒരു വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ടാണ് ഈ ഒരു സമയം കാണുന്നത്. അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ ഈ ഒരു സമയം അവരുടെ പാസ്റ്റിലെ എല്ലാ മിസ്റ്റേക്കുകളും മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നു. പാസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവരുടെ ലൈഫിൽ സംഭവിച്ചത്, എന്ത് കാര്യങ്ങളാണ് അവർക്ക് കരുതിയിരിക്കേണ്ടിയിരുന്നത്, എല്ലാം ഈ ഒരു വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ വ്യക്തിക്കൊരു ട്രാൻസ്ഫോർമേഷനാണ് ഉണ്ടായിരിക്കുന്നത്, ഒരു സ്പിരിച്വൽ അവേക്കനിങ്. നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് ആണ് ഈ ഒരു സമയം ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് നമുക്ക് ടവർ കാർഡ് വന്ന് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ചാണ് ഈ ഒരു സമയം ആഗ്രഹിക്കുന്നത്, ഒരു ന്യൂ ബിഗിനിങ് തുടങ്ങുന്നതിനെ പറ്റിയിട്ട്. ഈ ഒരു വ്യക്തി നിങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചിലപ്പോൾ സോഷ്യൽ മീഡിയ വഴി സ്പൈ ചെയ്യുന്നുണ്ടായിരിക്കാം. എന്തൊക്കെയോ ക്യൂരിയോസിറ്റിയാണ് നിങ്ങളെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾക്കിനി എന്തെങ്കിലും ഓഫേഴ്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിനെ പറ്റിയൊക്കെ വളരെ ക്യൂരിയോസ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഈ ഒരു വ്യക്തി കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം സോഷ്യൽ മീഡിയയിലൊക്കെ സ്പൈ ചെയ്യുന്നതും. നിങ്ങളുമായിട്ടൊരു മാരേജാണ് ഈ ഒരു വ്യക്തി ഈ ഒരു സമയം ആഗ്രഹിക്കുന്നത്. ഇത് ഹൈറഫൻ കാർഡ് കിട്ടിയതുകൊണ്ട് തന്നെ നിങ്ങളുടെ അരികിലേക്ക് ഇനിയും വരുന്നത്
നിങ്ങൾക്കൊരു മാരേജ് പ്രപ്പോസലായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ടായിരിക്കാം. അതാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. എന്താണ് ആ വ്യക്തിയുടെ നെക്സ്റ്റ് ആക്ഷൻ എന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഈ വ്യക്തി വളരെ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവരുടെ ലൈഫ് ബാലൻസിലേക്ക് കൊണ്ടുവരണമെന്നും ആ വ്യക്തി വളരെ ക്ഷമയോടുകൂടി തുടരുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത് എന്തുകൊണ്ടെന്നാൽ നിങ്ങളുമായിട്ടൊരു ഹാപ്പി ഫാമിലി ലൈഫാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു വ്യക്തി വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങളെ വിട്ടുകളയാനായിട്ട് ഈ ഒരു വ്യക്തി ഈ ഒരു സമയം ഒരുക്കമല്ല. നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളെ വിട്ടവർ പോവുകയില്ല. അതുതന്നെയാണ് അവരുടെ ഇതിൽ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ആക്ഷൻ എന്താണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത്? നിന്നോട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ടുണ്ട്. നിന്നെ വാക്കുകളാൽ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നു. നീയുമായിട്ടുള്ള ഒരു ഫാമിലി ലൈഫ്, അല്ലെങ്കിൽ നീ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ലൈഫ്, അതാണ് ഞാൻ ഈ ഒരു സമയം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലൈഫിന് ഒരു റീബർത്ത് വേണമെന്നാണ് ഞാൻ ഈ ഒരു സമയം ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. ഞാൻ നിനക്ക് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നീ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ലൈഫ്, അത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ. യൂണിവേഴ്സ് എന്ത് ഗൈഡൻസാണ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത്? ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും, നിങ്ങൾ ഈ ഒരു സമയം പാസ്റ്റിൽ തന്നെ സ്റ്റക്കാണ്. പാസ്റ്റിൽ തന്നെ സ്റ്റക്കായിട്ട് തുടർന്നാൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആണെന്നാണ് കാണുന്നത്. നിങ്ങൾ സിറ്റുവേഷനെ പറ്റി ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ലൈഫിനെ കുറിച്ചായിരിക്കാം, നിങ്ങളുടെ പേഴ്സണെ കുറിച്ചായിരിക്കാം. നിങ്ങൾ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം പാസ്റ്റ് എനർജിയിൽ സ്റ്റക്കാണ് നിങ്ങൾ. നിങ്ങളുടെ ഇടയിൽ നടന്ന സംഭവത്തിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ഇങ്ങനെ വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നിങ്ങൾ ലൈഫിൽ മുന്നോട്ടാണ് പോകേണ്ടത്. അതാണ് നമുക്ക് ചാരിയറ്റ് കാർഡ് പറയുന്നത്. നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നിങ്ങൾ മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ നിങ്ങൾ ലൈഫിൽ സക്സസ് ആകൂ. അല്ലെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾക്കൊരു ലൈഫ് കിട്ടും. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊരു സക്സസിൻ്റെ കാർഡാണ്. നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് മനസ്സിലാക്കുക. നിങ്ങൾ പാസ്റ്റിനെ ഓർത്തുകൊണ്ട് ഇനി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് പോകാൻ സാധിക്കില്ല. ഇനി ഇവിടെ വന്നിരിക്കുന്ന ക്ലൂസും കൂടി നോക്കാം. തിരുവനന്തപുരം, സെൻസിറ്റീവ്, അത് തന്നെയാണല്ലോ നമ്മളിപ്പോൾ പറഞ്ഞത്. നിങ്ങൾ വളരെ സെൻസിറ്റീവാണ്. ക്രേസ് ഓൺ വെഹിക്കിൾസ്, 1987, 1978, ഫെബ്രുവരി, നമ്പർ 32, അശ്വതി നക്ഷത്രം, നവംബർ മന്ത്, ക്രിക്കറ്റ്, 2 വീക്സ്, രോഹിണി നക്ഷത്രം, നമ്പർ 34, നമ്പർ 40, നമ്പർ 30, ഭരണി നക്ഷത്രം, മ്യൂസിക്, ജൂൺ മന്ത്, മകം നക്ഷത്രം, നമ്പർ 64, 1984, ഷാർജ,
ലെറ്റർ എസ്, പുണർദ നക്ഷത്രം, ബ്ലൂ കളർ, ലെറ്റർ പി, മാർച്ച് മന്ത്, എസ് പോസിബിൾ എന്നുള്ളൊരു പോസിബിലിറ്റി വന്നിട്ടുണ്ട്. ഏപ്രിൽ മന്ത്, ചിങ്ങം മന്ത്, 1974, നമ്പർ 17, പൂരം നക്ഷത്രം, സോഷ്യൽ മീഡിയ. നമുക്ക് സോഷ്യൽ മീഡിയ വഴി നിങ്ങളുടെ വ്യക്തി സ്പൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, അതായിരിക്കാം ഈ ഒരു പോസിബിലിറ്റി വന്നത്. പാസ്റ്റ് ലൈഫ് കണക്ഷൻ, ജാനുവരി, ചിത്തിര നക്ഷത്രം, ലെറ്റർ എൽ, ലെറ്റർ എൻ, സോൾമേറ്റ് കണക്ഷൻ, 1983, അത്തം നക്ഷത്രം. യു ക്യാൻ ട്രസ്റ്റ്, നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് വിശ്വസിക്കാം. ജൂലൈ, വയനാട്, ഇൻഡിഗോ, ലെറ്റർ യു, 1971, മലപ്പുറം ഡിസ്ട്രിക്ട്, നമ്പർ 20, നമ്പർ 18, മിഥുനം മന്ത്, ലെറ്റർ ആർ, യെല്ലോ കളർ, ലെറ്റർ കെ, നമ്പർ 10, പൂരാടം നക്ഷത്രം, നമ്പർ 31, 1977, നമ്പർ 49, ഉത്രാടം നക്ഷത്രം, 1991, 3 weeks, നമ്പർ 50, അബ്രോഡ്, രേവതി നക്ഷത്രം, വിശാഖം നക്ഷത്രം, നമ്പർ 37, നമ്പർ 57, കർക്കിടകം മന്ത്, കോഴിക്കോട്, ഉത്രട്ടാതി നക്ഷത്രം, ചതയം നക്ഷത്രം, നമ്പർ 9, അനിഴം നക്ഷത്രം, റോസ് ഫ്ലവർ, സൺഡേ, നമ്പർ 8, ലെറ്റർ ജെ, കന്നി മന്ത്, പൂയം നക്ഷത്രം, നമ്പർ 6, 1993, നമ്പർ 3, നമ്പർ 51, 2019, നമ്പർ 43. അപ്പം ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലോസ്. ഈ ഒരു പേഴ്സൺ നിങ്ങളെപ്പറ്റി ഓർക്കുന്നുണ്ട്, നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു പേഴ്സൺ വെയിറ്റിംഗ് ആണ് ഈ ഒരു സമയത്തിന് വേണ്ടിയിട്ട്, നല്ലൊരു സമയത്തിന് വേണ്ടിയിട്ട്. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു റീഡിങ് ആരെങ്കിലും ഒക്കെ ആയിട്ട് റെസൊണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.